ഇല്ലാത്ത രീതിയിലുള്ള പ്രത്യേകിച്ച് കണ്ണൂര് ജില്ലാ സെക്രട്ടേറിയറ്റ് അതുപോലെ മീറ്റ് നടത്തി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അല്ല, നമ്മുടെ സമൂഹത്തിൽ പാർലമെന്ററി സ്ഥാനങ്ങളോട് താല്പര്യമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം അത്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെ പട്ടിക വന്നല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വമൊക്കെ വളരെ നല്ല നിലയിൽ പൂർത്തീകരിച്ചു. എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഒരു ഏതാനും സീറ്റുകളാണ്, 4-5 സീറ്റാണ് ബാക്കിയുള്ളത്. അതിൽ തന്നെ ഇന്നിപ്പോൾ 3 ഇന്നും പ്രഖ്യാപിക്കും. നാളത്തോടു കൂടി പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പട്ടിക വരും. ഇപ്പോൾ 95% ആയിപ്പോൾ 3-4 ഒഴിവുള്ളൂ. അപ്പോൾ നല്ല നിലയിൽ നടന്നിട്ടുള്ളൊരു പ്രക്രിയയാണത്. CPM-ലാണെങ്കിൽ താഴെ തട്ടിൽ വരെയുള്ള ചർച്ചകളുടെ തുടർച്ചയിലാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. സ്ഥാനാർത്ഥികൾ മോളിൽ നിന്ന് മറ്റേ ഡൽഹിക്ക് പോയിരിക്കുക സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയല്ല, ഇതിപ്പോൾ നമ്മൾ താഴെ തട്ട് വരെ ചർച്ച നടത്തി സ്ഥാനാർത്ഥിയെ വരികയാണ്. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ തലത്തിലുമുള്ള ചർച്ചകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥിയാവുന്നത്. അതുപോലെ തന്നെ ആ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അതാത് മണ്ഡലം കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യണം. ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് CPIM സ്ഥാനാർത്ഥികൾ. പക്ഷേ അങ്ങനെയൊക്കെ ആവുമ്പോഴും കുറേ സ്ഥാനമോഹികളുണ്ടാവും. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് സ്ഥാനമോഹികളുടെ എണ്ണം അത്യപൂർവമായെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു ചേർന്നു. ഇപ്പോൾ ആദ്യ സംഭവം തന്നെ ചിലപ്പോൾ ചിലതുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മളതെല്ലാം തീർന്നല്ലോ. അപ്പോൾ 1-2 നിരാശക്കാരുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. മറ്റ് ഡൽഹിയിൽ നിന്ന് വരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇരട്ടി ചോദ്യം ചോദിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ എല്ലാ ചോദ്യം ഇന്ന് അവസാനിപ്പിക്കണ്ട. ഒരു കാര്യം ചെയ്യൂ, നാളെ ലീഗിന് വരെ അതിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലല്ലേ? നിങ്ങളിപ്പോൾ ഇതാ ശ്രദ്ധിച്ചത്. ഞാൻ ശ്രദ്ധിച്ചത് അതാ. രാവിലെ എണീറ്റപ്പോൾ ഞാൻ ആലോചിക്കുക, UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് എത്തിയിട്ടില്ല. സാധാരണ ഇതാ പാണക്കാട്ടിൽ നിന്ന് രാവിലെ ഇപ്പം പറയും സ്ഥാനാർത്ഥി, നിങ്ങൾ പറഞ്ഞാൽ പ്രഖ്യാപിച്ചാൽ അപ്പം നടക്കും എന്ന് പറയുന്ന പാണക്കാട്ടത്തെ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ UDF-നകത്ത് വമ്പിച്ച തർക്കം നടന്നുകൊണ്ടിരിക്കുക സ്ഥാനാർത്ഥി പട്ടിക. UDF ഘടകകക്ഷികൾക്കിടയിൽ കോൺഗ്രസിനകത്തും ലീഗിനകത്തുമാണ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തന്നെ തർക്കവും കലാപമാണ്. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിനെ വലുതായി കണ്ട. മറ്റേത് വരട്ടെ, എങ്ങൾക്കൊരു അവസരം കിട്ടും. അല്ല, നമ്മൾ ഈ സ്ഥാനാർത്ഥിയാവുള്ള ആഗ്രഹം മേലോട്ട് പോകുമ്പോൾ കുറയുമെന്ന് വിചാരിച്ചു. അത് കുറയില്ല. ചിലർക്ക് എന്താവും, എല്ലാവർക്കും ഒന്നുമില്ല. എത്ര ജില്ലാ സെക്രട്ടറിനെ നമ്മൾ സംസ്ഥാനത്തുണ്ട്. ഇയാൾക്ക് ഈ വ്യക്തിക്ക് ഒരു സ്ഥാനാർത്ഥിന് ആഗ്രഹം തോന്നിയായത് അദ്ദേഹം പറഞ്ഞു. അത്രയും വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിൽ ഈ സാമ്പത്തിക തിരിമറി ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് പാർട്ടിക്ക് തോന്നുന്നുണ്ടോ? അല്ല, പോയ ഒരാൾ പറയുന്ന ആക്ഷേപത്തിന് വിലയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ നല്ല സൗകര്യമുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ധാരാളം ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കപ്പെടും. ഇപ്പോൾ ഒരു വിഷയം വന്ന ഒരു സംശയം ഉണ്ടായി ഒരാൾക്ക്, ആ സംശയം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകത്തിൽ ഉന്നയിക്കും, പാർട്ടിക്കകത്ത് ഉന്നയിക്കും. അത് പാർട്ടിക്കകത്ത് ഉന്നയിക്കുകയും പാർട്ടിക്കകത്ത് അതിൻ്റെ പരിഹാരം കാണുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഞാനൊരു വിഷയം ഉന്നയിച്ചു, അത് പാർട്ടി ചർച്ച ചെയ്തു, പാർട്ടി പരിഹാരം കണ്ടു. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അതിൻ്റെ ശേഷം പുറത്തിറങ്ങിയിട്ട് നിങ്ങളൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്നും കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 16 കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം ഇന്നതാണ്, എൻ്റെ അഭിപ്രായം ഇവിടെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇതൊന്നും പാർട്ടിക്കാർ പുറത്തിറങ്ങി പറയില്ല. അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം അയാൾ കമ്മ്യൂണിസ്റ്റ് ആവാൻ അയോഗ്യനായ ഒരാളാണെന്നാണ്. അങ്ങനെ അയോഗ്യതയുള്ള ഒരാൾ പുറത്തെത്തിയതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവന വന്നത്. അതുകൊണ്ട് അയാളുടെ അയോഗ്യതയ്ക്കാണ് മുൻകൈ. അയാൾ പറയുന്ന വാക്കുകൾക്ക് ഒരു വിലയില്ല. അവിടെ നിങ്ങൾ ഈ വില ഇല്ലാത്ത വാക്ക് കേട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അല്ല, ഈ സതീശന്റെ സ്ഥിതി ഇപ്പം എന്താ? സതീശന് ഒരു സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കാൻ കഴിയില്ല. നിങ്ങളിൽ ചില ആൾക്കാരെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള വിരോധം കൊണ്ട് നിങ്ങളല്ലട്ടാ, ഞങ്ങളെ ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സതീശന് അവാർഡുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക മാധ്യമങ്ങൾ. ഈ സതീശന് അവാർഡ് കൊടുക്കുന്ന പണിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഒരു വിഭാഗം മാധ്യമങ്ങൾ അദ്ദേഹത്തെ മാൻ ഓഫ് ദി ഇയർ, വേറൊരു വിഭാഗം മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ കവർ ചിത്രം, ഇതൊക്കെ കൊടുത്ത് സതീശനെ നേതാവാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ കരുതുന്ന അത്ര കഴിവ് സതീശന് ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പൊ സതീശന്റെ പ്രസ്താവനകൾക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ അപജയം. അതാണ് കാര്യം.